വേണമെന്ന് വെച്ചാൽ ഒരു കാട്ടുപോത്തിനും കുഞ്ഞാടിനും ഒരു കൂട്ടിൽ ഒന്നിച്ചു കഴിയാമല്ലോ. പക്ഷേ അവസരം കിട്ടുമ്പോൾ അവ പരസ്പരം ആക്രമിക്കുകയും ചെയ്യുന്നു. സൗകര്യങ്ങളും സൗഖ്യവുമുള്ളപ്പോൾ നിങ്ങളും സന്തുഷ്ടനായിരിക്കും. പക്ഷേ അവസരം കിട്ടുമ്പോൾ നിങ്ങളും പരസ്പരം പഴിചാരുന്നു, താഴ്ത്തിക്കെട്ടുന്നു. ഇതിന്റെയൊക്കെ അനന്തരഫലങ്ങൾ നമ്മളുടെ കൺമുൻപിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കാലത്ത് മാനവ മൂല്യങ്ങൾക്കുണ്ടായ പതനവും വീഴ്ചയും അവഗണനയും തിരസ്കാരവും ഒന്നും മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല. ഈ എത്ര അന്ധകാരമായ ഒരു സ്ഥിതിയിലാണ് നാമെന്ന് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നു 12 വയസ്സുള്ള ഒരു കുട്ടി 8 വയസ്സുള്ള ഒരു കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നുവെന്ന്. എന്തിനു വേണ്ടി? ഒരു കുട്ടിയുടെ മരണം കൊണ്ട് സ്കൂളിന് അവധി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. ഒരു വിദ്യാലയത്തിൽ, വിദ്യയുടെ ആലയത്തിലാണ് ഇത് നടക്കുന്നത് എന്നോർക്കണം. വളരെ നിഷ്കളങ്കയായിരിക്കേണ്ട 12 വയസ്സുള്ള ഒരു കുട്ടി മറ്റൊരു നിഷ്കളങ്കയായ 8 വയസ്സുള്ള കുട്ടിയോടാണ് ഇത് ചെയ്യുന്നത്. അതും എന്തിനു വേണ്ടി? സ്കൂളിന് അവധി കിട്ടാൻ വേണ്ടി. സ്കൂളിന്റെ 2 ദിവസത്തെ അവധിക്ക് മനുഷ്യജീവനേക്കാൾ വില വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, എന്താണ് ഇതിനൊക്കെ കാരണം? ആകെ തകർന്നിരിക്കുന്ന ഒരാളുടെ തലയിലേക്ക് നമ്മൾ വീണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടിടുന്നു. എല്ലായിടത്തു നിന്നും ആകാംക്ഷയും അക്രമവും അപരാധവും ആഞ്ഞടിക്കുന്നു. ഇത്രയും ദുഷിച്ച ഒരു മനസ്സുമായാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അയാളിൽ നിന്ന് ശ്രേഷ്ഠാചാരങ്ങളും സദാചാരങ്ങളും നിങ്ങൾക്ക് എങ്ങനെ പ്രതീക്ഷിക്കാനാവും?